ഇസ്രായേലിൽ യുദ്ധകാഹളം മുഴങ്ങിയിരിക്കുന്നു. ഇസ്രായേലിലുള്ള റഷ്യൻ പൗരന്മാരോട് എത്രയും വേഗം ഇസ്രായേൽ വിടാനാണ് ഇപ്പോൾ റഷ്യയുടെ നിർദ്ദേശം. ഇനി എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് ഇസ്രായേൽ ജനതയും ഒപ്പം ലോകവും. ഏതു നേരത്തും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇറാനുമുള്ളത്. അങ്ങനെ ഇസ്രായേൽ ഒരു തിരിച്ചടി നൽകിയാൽ റഷ്യയുടെ നീക്കമായിരിക്കും ലോകത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നത്. ഇപ്പോഴിതാ കൂടുതൽ ആയുധങ്ങൾ എത്തിക്കാൻ ഇറാന്റെ പടക്കപ്പലുകൾ റഷ്യയിലേക്ക് നീങ്ങിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഇത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇസ്രായേൽ ആക്രമിച്ചാൽ ഇപ്പോൾ നൽകിയ പരിമിതമായ തിരിച്ചടിക്കുമപ്പുറം ഒരു വൻ ആക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നീക്കമാണ് ഇത്. നിലവിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധം ഇറാനും റഷ്യയ്ക്കും നേരെയുണ്ട്. ഉത്തര കൊറിയയാണ് ഉപരോധം നേരിടുന്ന മറ്റൊരു രാജ്യം. എന്നാൽ ഈ ഉപരോധങ്ങൾക്ക് ശക്തമായ മറുമരുന്ന് നൽകിയാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഡോളറിനെതിരായ ബദൽ നീക്കങ്ങൾ അതിന്റെ ഭാഗമാണ്. യുക്രൈൻ സംഘർഷത്തിന് വഴിമരുന്നിട്ട അമേരിക്കയെയും സഖ്യകക്ഷികളെയും പാഠം പഠിപ്പിക്കുക എന്നത് റഷ്യയുടെ കൂടി പ്രധാന ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ വിഷയത്തിൽ വലിയ താല്പര്യമാണ് റഷ്യയ്ക്കുള്ളത്. മാത്രമല്ല റഷ്യയുമായി ഏറ്റവും അടുത്തിടപഴകുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാന്റെ സംരക്ഷണം റഷ്യയുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇസ്രായേലിനോടൊപ്പം കൂടി അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇടപെടാൻ തന്നെയാണ് റഷ്യയുടെ ഇപ്പോഴത്തെ തീരുമാനം. അവിവേകവും ധിക്കാരവും കൈമുതലായുള്ള ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് റഷ്യയും വിലയിരുത്തുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ തിരിച്ചടി സകല പരിധികളും കടന്നായിരിക്കുമെന്നതിൽ റഷ്യയ്ക്കും ഒട്ടും സംശയമില്ല. അതിനെക്കുറിച്ച് കൃത്യമായ ബോധമുള്ളത് കൊണ്ടാണ് സുപ്രധാനമായ നിർദ്ദേശം ഇപ്പോൾ സ്വന്തം പൗരന്മാർക്ക് റഷ്യ നൽകിയിരിക്കുന്നത്. ഇസ്രായേലിലെ റഷ്യൻ പൗരന്മാരോട് രാജ്യം വിടാനാണ് ആ രാജ്യം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവരോട് യാത്ര മാറ്റിവെക്കാനും റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമിച്ചാൽ ഏകപക്ഷീയമായ സ്വയം നിയന്ത്രണം ഇനി ഉണ്ടാകില്ലെന്നാണ് ഖത്തർ ഭരണകൂടം വഴിമാറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ കൈകളാൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കൾ കൊല്ലപ്പെട്ടതും ലെബനനിലെയും ഗാസയിലെയും അധിനിവേശവുമാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ അയൺ ഡോമിനെ തകർത്ത ഇറാന്റെ ആധുനിക മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചതും ഇതേ തുടർന്ന് തന്നെയാണ്. ഈ ആക്രമണം ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നുവെങ്കിൽ ആയിരങ്ങൾ ഇവിടെ കൊല്ലപ്പെടുമായിരുന്നു. ഇതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതു തരത്തിലുള്ള സൈനിക ആക്രമണമോ തീവ്രവാദ പ്രവർത്തനമോ ഇറാന്റെ ചുവപ്പ് വരകൾ മുറിച്ചു കടന്നാൽ അത് ഇറാന്റെ സായുധ സേനയുടെ ശക്തമായ ആക്രമണം വരുത്തുമെന്ന് തന്നെയാണ് ഇറാൻ പ്രധാനമന്ത്രിയും ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാൻ സർവശക്തിയും എടുത്തുകൊണ്ട് പ്രഹരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ സ്വന്തം പൗരന്മാരോട് ഇസ്രായേൽ വിടാൻ റഷ്യ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.